ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഡിലെ റാങ്കഡ് മാച്ച് ഗെയിം പ്ലേ ആണ്. ഇപ്പോൾ നമ്മുടെ റാവത്തറിൻ്റെ പർപ്പിൾ കിറുമലുള്ള അക്കൗണ്ടിൽ നമ്മൾ ഇതേ ഒരു ഗെയിം പ്ലേ കളിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാച്ചിലെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുയെ അതുപോലെ തന്നെ ഒരു 10 കില്ലും ആയിരിക്കും. നമ്മൾ മാക്സിമം ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ക്ലോക്ക് ടവറിൽ ഈ ഒരു വീടിൻ്റെ മുകളിൽ ഇറങ്ങിയ ടൈമിൽ ഇത് എൻ്റെ കൂടെയായിട്ട് ഒരുത്തിനിറങ്ങി ഇവിടുന്ന് വല്ല ഗണ്ണൊക്കെ കിട്ടുമോ നോക്കി, പക്ഷേ ഗണ്ണൊന്നും കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റിൻ്റെ ഇത് 2 ഗണ്ണൊക്കെ ഇരിക്കുന്നു. ആ ഒരു ഗണ്ണൊന്നും മേടിച്ചുകൊണ്ട് നിൽക്കാനുള്ള ടൈമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിട്ടുപോയേക്കാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റിൽ ഒരുത്തനെ നമ്മുടെ റോക്കീനെ ഇതേ ആ ഒരു എനിമി അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്ന ടൈമിൽ എനിക്ക് എന്തായാലും M10 കിട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചിപ്പ് ഉണ്ടായിരുന്നു. ആ ചിപ്പ് വെച്ചിട്ട് നമ്മുടെ M10 ഇത് ലെവൽ 2 ഒക്കെ ആക്കി. അപ്പോൾ ഇവിടെ തന്നെ ആയിട്ട് ഒരു എനിമി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അവൻ എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. ഇപ്പുറത്തെ ഈ റൂമിൽ കാണുമെന്ന് വിചാരിച്ച് ഇവിടെ വന്നാണ് നോക്കിയപ്പോൾ ആ ഒരു സോഫയുടെ ബാക്കിലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ M10 ആയിരുന്നു കൊണ്ട് ആ ഒരു M10 വെച്ച് കുത്തിപ്പിടിച്ച് എന്താണല്ലോ അവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ഗ്ലൂ വാളൊക്കെ അടിച്ചിട്ട് ആ ഒരു കില്ലും എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ക്ലോക്കിൽ എനിമീസ് ഉണ്ട്. നമ്മുടെ ടീമേറ്റിൽ ഇതേ താഴെ ഒരുത്തനെയും കൂടെ അടിച്ച് നോക്ക് ചെയ്തു. നമ്മുടെ വിസാഡിനെയും കൂടെ എന്താണല്ലോ ആ ഒരു എനിമി അങ്ങ് കില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവനെയും കൂടെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോട്ട് ചെയ്തു. പക്ഷേ 43 ഡാമേജ് മാത്രം അവനോട്ട് കിട്ടിയുള്ളൂ. എനിക്കിട്ട് ഇതേ വേറെ എവിടെ നിന്നൊക്കെ അടി കിട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവന്മാരെ അടിക്കാന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് ഈ ഒരു ഗ്ലൂ വാളൊക്കെ പൊടിച്ചിട്ട് ഇനി വെളിയിലോട്ട് പോവാണ്. അങ്ങനെ നേരെ ഈ ഒരു റൂമിലോട്ട് വന്നപ്പോൾ താഴെ ഇതേ ഒരുത്തൻ ഓപ്പണിൽ നിൽക്കുന്നു. നമ്മുടെ എക്സമേറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ കുത്തി പിടിച്ചവനെ എന്തായാലും നോക്കിയിട്ടുണ്ട്. ആ ഒരു കില്ലും അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ കില്ലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റിനെ ഒരുത്തനെ അടിച്ച് ഇവിടെ നോക്ക് ചെയ്ത് അവൻ ആ ഒരു സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നൈസായിട്ട് ഞാൻ പുറകെ പോയിട്ട് എന്തായാലും അവനെയും കൂടെ നോക്കി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ടീമേറ്റിനെ പൊക്കിയിട്ട് ഇനി ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും ലൂസിഫറിനെ എന്തായാലും പൊക്കി വിട്ടിട്ടുണ്ട്. അതിനുശേഷം നേരെ താഴെ ഇറങ്ങിയിട്ട് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത് ആ ഒരു കില്ലൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ 3ാമത്തെ കില്ല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ക്ലോക്കിൽ വേറെ എനിമി ഉണ്ടോ എന്ന് അറിയില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ലൂട്ട് ബോക്സ് ഒക്കെ ലൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എനിമി വല്ലതും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൂട്ട് എടുക്കുക തന്നെയാണ്. അങ്ങനെ ആ ഒരു ലൂട്ടൊക്കെ എടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഒരു എനിമി ഞാൻ നൈസായിട്ട് നമ്മുടെ M10 ഇട്ട് കുത്തിപ്പിടിച്ചാണ്. അവൻ്റെ കയ്യിൽ മാഗാരെന്ന് തോന്നുന്നു. അവൻ ആ ഒരു മാഗിട്ട് കുത്തിപ്പിടിച്ചു. അങ്ങനെ മാഗ് എന്താണല്ലോ ലാസ്റ്റ് വിജയിച്ചിട്ടുണ്ട്. അവൻ എന്നെ അടിച്ച് നോക്ക് ചെയ്തു. പെട്ടെന്ന് ആ ഒരു കില്ല് എൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിരിക്കും മതിലിൻ്റെ കവർ പിടിച്ചു വന്നു. അവനാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ എന്തായാലും പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിസാഡ് നല്ല രീതിയിൽ സപ്പോർട്ട്. പെട്ടെന്നൊരു മെഡ് കിറ്റ് അടിച്ചിട്ട് എന്തായാലും അവനെ കില്ല് ചെയ്യാന്നുള്ള രീതിയിൽ ഞാനൊരു മെഡൊക്കെ അടിച്ചിട്ട് അവൻ ചാടി വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. പക്ഷേ വിസാഡിനാണെന്ന് തോന്നുന്നു ആ ഒരു നോക്കിയിട്ടത്. നോക്കിയത്തേക്ക് നമ്മുടെ വിസാഡ് എന്നെ പെട്ടെന്ന് തന്നെ പൊക്കിയിട്ട് അവനൊരു ഇമോട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. എന്നെ നോക്കിയതല്ലേ കിടക്കട്ടെ എന്ന് വിചാരിച്ച ഒരു ഇമോട്ടൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അവൻ്റെ കില്ലോടെ അങ്ങ് കംപ്ലീറ്റ് ഉണ്ട്. വിസാഡിന് തന്നെയാണ് കിട്ടിയത്. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ ലൂസിഫർ അവിടെ നോക്കായിട്ട് കിടക്കുന്നത് കണ്ടേ. ഇവൻ എങ്ങനെയാണ് നോക്കായെന്ന് പോലും അറിയത്തില്ല. മിക്കവാറും ആ ഒരു എനിമി ഇവനെയും കൂടെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവനെയും പൊക്കിയിട്ട് ഒരു മെഡൂടെ അങ്ങ് അടിക്കുവാണ്. അങ്ങനെ നമ്മുടെ ക്ലോക്കിലുള്ള അത്യാവശ്യം എല്ലാം തന്നെ തീർന്നു എന്ന് കരുതുന്നു. 3 കില്ലായിട്ടുള്ളൂ ഇതുവരെ ആയിട്ട്. അതായത് 4 കില്ല് കിട്ടേണ്ടതായിരുന്നു. ലാസ്റ്റത്തെ ആ ഒരു കില്ല് മാത്രം നമുക്ക് കിട്ടിയില്ല. ഇനിയും അടുത്ത എനിമി എവിടെയാണെന്നുള്ള രീതിയിൽ ആ ഒരു എനിമീനെ തപ്പിപ്പോകാമെന്ന് വിചാരിച്ച് ഞാനിത് ആ ഒരു എനിമീനെയൊക്കെ തപ്പിപ്പോവാണ്. അങ്ങനെ നമ്മുടെ അടുത്ത കില്ല് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിമിനെ തപ്പി നമ്മുടെ ഫാക്ടറിയിലോട്ട് വന്നു. ഫാക്ടറി വന്ന ടൈമിൽ ആ ഒരു മോൺസ്റ്റർ ട്രക്കിൻ്റെ അടുത്തായിട്ടും അതുപോലെ തന്നെ അപ്പുറമായിട്ടും വേറെ 2 എനിമീസിനെ ഞാൻ എന്താണ് സ്പോട്ട് ചെയ്തു. അപ്പം മോൺസ്റ്റർ ട്രക്കിൻ്റെ അടുത്ത എനിമി ആ ഒരു ട്രക്ക് എടുക്കുന്ന ടൈമിൽ അവനെ അടിക്കാന്നുള്ള രീതിയിൽ അവനത് എടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്കും അവനത് ആ ഒരു വണ്ടി കളഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഈ ഒരു സൈഡിൽ കൂടെ കറങ്ങിപ്പോയിട്ട് അവനെ അടിക്കാന്നുള്ള രീതിയിൽ ഞാനിത് ഈ ഒരു സൈഡ് വഴി കറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ടില്ല. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ടീംമേറ്റിനായിട്ട് ഇത് അവൻ അടിക്കുന്നുണ്ടായിരുന്നു. ലൂസിഫറിനെ വീണ്ടും അവൻ നോക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ആയിട്ട് നിന്ന് അവനത് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒന്നും നോക്കിയില്ല. നമ്മുടെ എക്സമേറ്റിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നല്ലൊരു ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവനങ്ങ് കില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നോക്കിയ ടൈമിൽ നമ്മുടെ ടീംമേറ്റിൻ്റെ അടുത്തായിട്ട് ഇതേ ഒരു എനിമി ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അവൻ നോക്കായി. ആരാണ്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു വെച്ചിരുന്നതായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. 5 കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കാനർ വന്ന ടൈമിൽ ഇവിടെ വേറെ ഇനി തൊട്ടടുത്തൊന്നും എനിമീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു അടുത്ത എനിമീനെ തപ്പുവാണ്. അതായത് 5 കില്ലായിട്ടുള്ളൂ. ഇനി എങ്ങനെയെങ്കിലും ഒരു 5 കില്ലോടെ ഒപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അടുത്ത എനിമീനെ തപ്പുവാണ്. അങ്ങനെ നേരെ ഈ ഒരു ഫാക്ടറിയുടെ നേരെ ഇപ്പറേ സൈഡിലായിട്ട് ഫൈറ്റ് നമ്മുടെ ലൂസിഫറിൻ്റെ അടുത്തായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ അടിക്കാന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്നതാണ്. പെട്ടെന്ന് ഒരു ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് നേരെ കയറാന്നുള്ള രീതിയിൽ ഗ്ലൂ ഇട്ട് കയറിയതാണ്. പക്ഷേ ഗ്ലൂ വന്ന പോലുമില്ല. പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ലൂസിഫറിൻ്റെ അടുത്തായിട്ട് ഇതേ എടുത്ത് നിൽക്കുന്നു. നല്ല രീതിയിൽ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ആ ഒരു നോക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂസിഫറിനാണ്. അതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്തോ ബഗ് അടിച്ചാണോ അതിൽ കുമ്മം പോയതായിരിക്കും മിക്കവാറും. പിന്നെ വേറെ എവിടുന്നോ 2 എനിമീസ് എന്നെ അടിച്ച് എന്തായാലും കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീംമേറ്റൊക്കെ കട്ട സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്നെ പൊക്കി വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ലൂട്ട് ബോക്സിൻ്റെ അടുത്ത് തന്നെ പോയി ഇറങ്ങാമെന്നുള്ള രീതിയിൽ ഞാൻ നേരെ നമ്മുടെ ലൂട്ട് എടുക്കാനായിട്ട് തന്നെ അങ്ങോട്ട് തന്നെ പോവാണ്.
ഇപ്പം നമ്മുടെ റൂട്ടൊക്കെ എന്താണല്ലോ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നെ അടിച്ച എനിമീസ് എവിടെയാണെന്ന് അറിയില്ല, നോക്കാന്നുള്ള രീതിയിൽ ഞാൻ തപ്പുവാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരുത്തൻ കയറി പോന്നു. നമ്മുടെ എക്സമൈറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്തു. ഫുള്ള് ബോഡി ഷോട്ടാണ് കൊണ്ടത്, ഹെഡൊന്നും കയറിയില്ല. എങ്ങനെയെങ്കിലും ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യുക രീതിയിൽ ഞാൻ കുത്തി പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ആ ഒരു കില്ലോടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ 6ാമത്തെ കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, പെട്ടെന്ന് ഈ ഒരു ബോക്സൊക്കെ ലൂട്ട് ചെയ്തിട്ട് അടുത്ത എനിമീസൊക്കെ എവിടെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഫാക്ടറി ടോപ്പിൽ ഒരുത്തനുണ്ട്, അവനെ എന്തായാലും നമുക്ക് ലാസ്റ്റ് നോക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അങ്ങനെ ഇറങ്ങി വന്ന ടൈമിൽ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ അടിക്കാന്നുള്ള രീതിയിൽ നേരെ കയറി വന്നു. അതിനുശേഷം നമ്മുടെ എക്സമൈറ്റ് ഇട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ട് M10 ഇട്ട് നൈസായിട്ട് അവനെ എന്തായാലും കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അവൻ്റെ ഓരോ ക്യാരക്ടർ ഏതാണ്ട് ചിലന്തി വല പോലെ എന്തോ ഒരു സാധനം കാലയിലൊക്കെ ചുറ്റി കിടക്കുന്നു. ഒരുമാതിരി ക്യാരക്ടറുകൾ കൊണ്ടിട്ട് ഇപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഈ ഒരു ഗെയിം നിർത്തി പോകുന്ന ടൈമിൽ ഈ ഒരു ക്യാരക്ടറൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഇതൊക്കെ വന്നത്. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, അതൊക്കെ ഇനി എന്തെങ്കിലും ആട്ടെ. നേരെ ഈ ഒരു സൈഡിലായിട്ട് ഒരു എനിമിയും കൂടെ നിൽപ്പുണ്ടായിരുന്നു. അവനെ അടിക്കാന്നുള്ള രീതിയിൽ കയറി വന്നു. 120 ഒരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് അവനെ എന്തായാലും കില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുത്തു വെച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു. നൈസായിട്ട് കയറി ചെന്ന് കുമ്മനടിക്കുന്ന രീതിയിലായിപ്പോയി. എന്നാലും വിഷയമില്ല, 8 കില്ലായിട്ടുണ്ട്. ഇനി 2 കില്ലോടെ എടുക്കണം. ഈ ഒരു കളി ബുയ അടിക്കണം. ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എനിമി എവിടെയാണെന്നുള്ള രീതിയിൽ ഓടി നടന്നത് തപ്പുവാണ്. എന്ന് നോക്കിയപ്പോൾ ഈ ഒരു മോൺസ്റ്ററൊക്കെ ആയിട്ട് അവിടെ ഒരു എനിമി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ടീമിനെ പൊക്കാനായിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരെ കയറി ചെന്ന് നോക്കാന്നുള്ള രീതിയിൽ നിന്നപ്പോഴത്തേക്ക് അതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നു. നൈസായിട്ട് നമ്മുടെ എക്സമൈറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ വെച്ചോട്ടും കൊടുത്ത് അവൻ്റെ തലയടിച്ച് അങ്ങ് പൊളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരുത്തിനോടുണ്ടായിരുന്നു, അവനിട്ടും കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവനാണെങ്കിൽ അവനും കൂടെ കില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് 10ാമത്തെ കില്ല് കംപ്ലീറ്റ് ചെയ്യും. നേരെ കയറി ചെന്ന് നമ്മുടെ M10 ഇട്ട് കുത്തി പിടിച്ചിട്ട് അവനെ എന്താണെങ്കിലും കില്ല് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു കില്ലോടെ അങ്ങ് ഫിനിഷ് ചെയ്ത് നമ്മുടെ 10ാമത്തെ കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എന്താണല്ലോ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആയി. ഇനി പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്ലൂ ഒക്കെ പൊട്ടിച്ചിട്ട് അവൻ്റെ ബോക്സൊക്കെ ലോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കളി എങ്ങനെയെങ്കിലും ബുയ അടിക്കണം. ഇനി അതിനാണ് നോക്കുന്നത്. അങ്ങനെ താഴെ കൂടെ മൊത്തം തപ്പി എനിമീസിനൊന്നും കണ്ടില്ല. പിന്നാണ് മനസ്സിലായത് ബാക്കിയുള്ള എനിമീസ് ഫുള്ള് ഈ ഒരു ഫാക്ടറി ടോപ്പിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ഗ്രനേഡ് എറിയാൻ പറ്റുമോ എന്ന് നോക്കി ചാടിയൊക്കെ എറിഞ്ഞ് നോക്കി. പക്ഷേ എന്താണല്ലോ അവിടെ വരെ ചെല്ലുന്നില്ലായിരുന്നു. ഗ്രനേഡ് ഇതേ തിരിച്ച് താഴോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് നമ്മുടെ ആ ടീമേറ്റ് ഇതേ ഒരുത്തൻ മുകളിലോട്ട് ചാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്താണെങ്കിലും കയറി ചെന്നിട്ട് ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ റോക്കി മുകളിൽ ചെന്നിട്ട് ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു എനിമീനും കൂടെ എടുത്തിട്ട് എന്താണെങ്കിലും ഈ ഒരു കളി ബുയ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 10 കില്ലും അതുപോലെ തന്നെ ബുയ ടാർഗറ്റും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണെന്നും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഇതിലും വേറെ ലെവലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.